കൊച്ചി കോർപ്പറേഷനിലെ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വലിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ UDF തിരിച്ചുപിടിച്ചത്. വലിയ ഉത്തരവാദിത്തമാണ് അങ്ങ് ഏൽപ്പിക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് പ്രതീക്ഷ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ വിജയിപ്പിക്കുമ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയാണ് UDFിൽ വയ്ക്കുന്നത്. വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും കരുതലിൻ്റെയും രാഷ്ട്രീയമാണ് UDF എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും കൊച്ചി കോർപ്പറേഷനിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. വികസനം മാത്രമല്ല, ക്ഷേമവും കരുതലുമായിട്ടുള്ള പ്രവർത്തനം UDFിൻ്റെ മുഖമുദ്ര. അത് കോർപ്പറേഷനിൽ നടപ്പാക്കും. ഈ മേയർ ആരാകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരം പ്രചാരണങ്ങളൊക്കെ തന്നെ മറികടന്നാണ് അങ്ങയുടെ പേരിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ചർച്ചകളൊക്കെ സ്വാഭാവികമായിട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷെ പാർട്ടി നേതൃത്വം എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് ഫൈനൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് അതാണ് ഫൈനൽ. അതിൻ്റെ മുൻപുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടി ഒരാളെ തീരുമാനിച്ച പിന്നീട് ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും 42 പേര് കോൺഗ്രസിൻ്റെ ഉണ്ട്, UDFിൻ്റെ എല്ലാവരും ഉൾപ്പെടെ 47, പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 76 അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകലാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. മേയറും ഡെപ്യൂട്ടി മേയറും ചെയ്യേണ്ടത്. അത് ഞങ്ങൾ കൂട്ടായി നിന്ന് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കും. കൗൺസിലർ കൂടിയാണല്ലോ, ദീർഘകാലമായി പ്രവർത്തിച്ചുള്ള ഒരു പരിചയം ഉൾപ്പെടെയുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് എന്താണ് ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട? ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞതുപോലെ UDF വിഭാവനം ചെയ്ത പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം LDF നടപ്പാക്കിയത്. പുതിയ പദ്ധതികളും പുതിയ വികസന കാഴ്ചപ്പാടും അതിന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ വികസനം കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ UDFിലുണ്ട്. ആ എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും. ഡെപ്യൂട്ടി മേയറുടെ ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും ഈ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് കൊച്ചി. ആ കൊച്ചിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും UDFിന്. അപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ സത്യസന്ധമായ നീതിപൂർവമായ ഒരു ഭരണം കാഴ്ചവെക്കാനാണ് ശ്രമിക്കുക. തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളോടുള്ള നന്ദിയും അറിയിക്കുന്നു.